മനസ്സിലായി എല്ലാ വൈകുന്നേരം കൊച്ചിയിലേക്ക് വണ്ടി നീങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. ഞങ്ങൾ CM ആയതിനു ശേഷം ആദ്യം കാണുകയാണ്. വലിയ സന്തോഷമല്ലേ? ഫോണിലൂടെയൊക്കെ സംസാരിച്ചിട്ടുള്ളായിരുന്നു. ഡൽഹിയിൽ നിന്നുള്ള പ്രഖ്യാപനത്തിന് ശേഷം അപ്പോൾ ഫിസിക്കലായിട്ട് മാറിയിട്ട് കാണാൻ വളരെ സന്തോഷമുണ്ട്. ഏതായാലും കേരളീയ സമൂഹം അറിയിക്കുന്ന ഒരു നല്ല ഭരണാധികാരിയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷം എന്നും ഉണ്ടാവും. എല്ലാവിധത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നും UDF-ൽ നിന്നൊക്കെ ഉണ്ടാവും. ലീഗിൻ്റെ ഒരു വലിയ ബലമുണ്ടായിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, കേരളീയ സമൂഹത്തിന് മുഴുവൻ ലീഗിന് ബലമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് കേരളീയ സമൂഹത്തിൻ്റെ ബലമായി മാറിയിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത് പാണക്കാട് കുടുംബവും അതുപോലെ മുസ്ലിം ലീഗുമായിട്ടും വർഷങ്ങളായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ UDF രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കൂടിയാണ്. ഞങ്ങൾ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ടീം UDF ആയിട്ടാണ് പ്രവർത്തിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് പോലെയാണ് അസംബ്ലിക്കകത്തും പുറത്തും പ്രവർത്തിച്ചത്. അതിനെല്ലാം എല്ലാ പിന്തുണയും തന്ന ഒരാളാണ് അഭിവന്ദനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്മളെടുത്തൊരു അതിശക്തമായ ഒരു മതേതര നിലപാടുണ്ടായിരുന്നു. അത് കേരളം അംഗീകരിച്ചു. ആ മതേതര നിലപാടിൻ്റെ പിൻബലവും അദ്ദേഹമായിരുന്നു. എത്ര പേരാണ്, ഞാൻ അവരെ ആരെയും പേരെടുത്ത് കുറ്റപ്പെടുത്തില്ല, അതിൻ്റെ സമയമല്ല. കേരളത്തിലൊരു വിദ്വേഷ പ്രചരണം നടത്തി ഭിന്നിപ്പുണ്ടാക്കാൻ പല ശക്തികൾ ശ്രമിച്ചു. മുനമ്പം വിഷയത്തിലുണ്ടായിരുന്നു, പള്ളുരുത്തി വിഷയത്തിലുണ്ടായിരുന്നു. എന്നെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ആ സമയത്തെല്ലാം മുസ്ലിം ലീഗും തങ്ങളും സാദിഖ് അലി തങ്ങളും എടുത്ത നിലപാട് ഞങ്ങൾ പറവൂര് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന KT ജോർജിൻ്റെ നാമധേയത്തിലുള്ള അവാർഡ് സാദിഖ് അലി തങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തത് ആ മതേതര നിലപാടിൻ്റെ പേരിലായിരുന്നു. നമുക്കറിയാം, ബാബറി മസ്ജിദ് സംഭവം ഉണ്ടായിരുന്നപ്പോൾ ശിഹാബ് തങ്ങളെടുത്ത നിലപാടിൻ്റെ പിന്തുടർച്ചയായിരുന്നു ആ മതേതര നിലപാട്. പള്ളുരുത്തി വിഷയവും മുനമ്പം വിഷയവും ഒക്കെ കേരളത്തിൽ വേണമെങ്കിൽ ആളിക്കത്തി ശത്രുത ഉണ്ടാകാമായിരുന്നു. അതിൻ്റെ തീ കെടുത്തിയത് അദ്ദേഹമാണ്. അങ്ങനെയുള്ളൊരു ബഹുമാനം കൂടി. അപ്പോൾ UDF-ൻ്റെ അതിശക്തമായ ഒരു മതേതര നിലപാട് എടുക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. ഒരു വർഗീയ വിദ്വേഷം വരുന്ന ഒരു പരാമർശം പോലും ഒരു മുസ്ലിം ലീഗ് നേതാവ് നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഇപ്പോഴും പ്രചരണം നടത്തുന്നുണ്ട് കുറേ പേര്. തെരഞ്ഞെടുപ്പ് കാലത്തും അതേ പ്രചരണമായിരുന്നു. അതിനൊക്കെ ഞങ്ങൾ ശക്തിയായി നേരിട്ടു. ഞാൻ ഇന്നലെയും ചോദിച്ചല്ലോ ഒരു ചോദ്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് ആര് കൊണ്ടുപോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ കേരളം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സഹോദര സംഘടനകളാണ്, ചേർത്ത് നിർത്തും. ഞങ്ങളുടെ ചില സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് മേധാവിത്വമുള്ള സ്ഥലത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അവർ കൊണ്ടുപോയി ജയിപ്പിച്ചിങ്ങോട്ട് തന്നു.
ഞങ്ങൾക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ അവരുടെ ചില സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പരസ്പരം എല്ലാ കക്ഷികളും, കേരള കോൺഗ്രസിൻ്റെ ആണെങ്കിലും മറ്റ് ഘടകകക്ഷികളുടെ ആണെങ്കിലും എല്ലാവരും അങ്ങനെ ചെയ്തത്. ആ ഒരു ടീം UDFൻ്റെ പ്രവർത്തനത്തിന് തങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ പിന്തുണയ്ക്ക് നന്ദി പറയാൻ കൂടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വളരെ അഭിമാനത്തോടും ആവേശത്തോടും കൂടിയാണ് അദ്ദേഹത്തെ കാണാൻ വന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരുമിച്ച് ഇനിയൊരു വർക്കുണ്ട്. ഈ നാടിനെ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടീമായിട്ട് ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്യും, ഒരുമിച്ച് ഇന്ന് വർക്ക് ചെയ്യും. ഒരു ഭിന്നിപ്പുണ്ടാക്കുക ഒരാളും വരണ്ട, അതിനൊക്കെയുള്ള നല്ല ചുട്ട മറുപടി അപ്പോൾ കിട്ടും. ആസിഫ്, ഒരു കാര്യം കൂടി, അവസാന UDF സർക്കാരിൽ ലീഗിൻ്റെ സ്റ്റാറ്റസ് കോ 5 പേരായിരുന്നു ക്യാബിനറ്റിൽ. ഇത്തവണയും അതങ്ങനെ? അതൊക്കെ ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച മുഖ്യമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാണ്, മുഴുവൻ മന്ത്രിമാരും. ആ ഘടകകക്ഷികളുടെ ചർച്ചയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. കറക്റ്റായിട്ട് സമയത്ത് ആദ്യം നിങ്ങളോട് പറയുള്ളൂ, തീർന്നു കഴിയുമ്പോൾ വേറെ ആരോടും പറയില്ല. ഈ ഒരു തർക്കമോ? ഞാനിവിടെ 140 സീറ്റ് ഞങ്ങളെല്ലാവരും ചേർന്ന് വിഭജിച്ചിട്ട് ഒരു അവസരം കിട്ടിയ ഞാൻ കണ്ട അന്ന് ഞാനത് പ്രഖ്യാപിച്ച ദിവസം നിങ്ങളൊക്കെ അന്തം വിട്ട് നിൽക്കുക. ഇതെന്താണ് UDFൽ ഒരു അവസരം പോലും ഇല്ലാതെ 140 സീറ്റ് വിഭജിച്ചില്ലേ? അതുപോലെ ഞാൻ നാളെ പറയാം. അപ്പോഴും നിങ്ങൾ ഒന്ന് ഞെട്ടും, ഒരവസരം ഇല്ലാതെ ഇത് തീർന്നു പോരെ നിങ്ങൾ. പക്ഷെ വേറെ ആരോടും പറയാതെ നിങ്ങളോട് ആദ്യം പറയൂ. പിന്നെ മന്ത്രിമാരുടെ പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. അത് നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടേ കൊടുക്കുള്ളൂ. അവിടെ നിങ്ങളോട് പറയാതെ ചെയ്യും. തങ്ങളപ്പോ ഈ 5 ഉണ്ടാവും എന്ന് ഉറപ്പിക്കാം. നാളെ ഓക്കെ, ശരി.